അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം സദൃശ്യവാക്യം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ മകനെ അപ്പൻ്റെ പ്രബോധനം കൈക്കൊള്ളുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അപ്പൻ്റെ പ്രബോധനം, രണ്ട് അമ്മയുടെ ഉപദേശം. സാധാരണ നമ്മൾ ആരെങ്കിലും നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ അതൊന്നും നമുക്ക് കേൾക്കാൻ താല്പര്യം കുറവാണ്. പ്രത്യേകിച്ച് അപ്പന്മാരോ അമ്മയുടെ ഉപദേശമൊക്കെ ആരെങ്കിലും ഉപദേശിക്കുന്നത് നമുക്കിഷ്ടമല്ല. കർത്താവ് നമ്മോട് പറയുകയാണ്, മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക. ഈ പ്രബോധനം കേൾക്കുമ്പോഴാണ് അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. സാധാരണ അപ്പൻ്റെ പ്രബോധനവും അമ്മയുടെ ഉപദേശവും കേൾക്കാതെ പോകുന്ന മക്കൾ വഴിതെറ്റിപ്പോകുന്നത് കാണാൻ ഇടയായിട്ടുണ്ട്. വീണ്ടും സദൃശ്യവാക്യം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. കർത്താവ് പറയാണ്, മകനെ, നമ്മൾ സാധാരണ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഉപദേശം. കർത്താവ് പറയാം, കർത്താവിൻ്റെ ഉപദേശം മറന്നു പോകരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഹൃദയത്തിൽ ഏറ്റവും അധികം വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് അവൻ്റെ കൽപ്പനകൾ. ഇത് ആത്മാവിൽ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, എന്നോട് സംസാരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ വചനം അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അകത്തേക്ക് വെളിപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപദേശം നമ്മൾ മറക്കാതെയും അവൻ്റെ കൽപ്പനകളെ നമ്മൾ കാത്തുകൊള്ളുകയും ചെയ്യുമ്പോഴാണ് 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവ ദീർഘായുസ്സും ജീവകാലം സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചിരിക്കും. രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നത്. ഒന്ന്, ദീർഘായുസ്സുണ്ടാകും, സമാധാനം നിനക്ക് നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കാൻ ഇടവരും. നമ്മൾ സമാധാനത്തിന് വേണ്ടി പല വഴികളും തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറയാണ്, മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ തോറും ദൈവത്തിൻ്റെ വചനത്തിൽ കൽപ്പനകളെ കാത്തുകൊള്ളുമ്പോൾ നമുക്ക് കിട്ടുന്ന ദീർഘായുസ്സാണ് കിട്ടുന്നത്. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത മക്കൾക്ക് ദീർഘായുസ്സോടുകൂടി ഇരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അനുസരണക്കേടിനാൽ തന്നെ അവർ മരണപ്പെടുവാൻ ഇടവരും. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. രണ്ട് കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ദയ, രണ്ട് വിശ്വസ്തത. ദയയുള്ളവരും വിശ്വസ്തരുമായിരിക്കണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ഞാൻ അനേകം കാര്യങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കും. നീ വിശ്വസ്തനല്ലെങ്കിലോ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ ഒരു വിശ്വസ്തതയില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ഒരു വിശ്വസ്തതയില്ലെങ്കിലോ? ബൈബിള് നമ്മളോട് പറയുകയാണ്, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ വിട്ടുപോയാലും കർത്താവ് പറയുകയാണ്, ദയയും വിശ്വസ്തതയും വിട്ടുപോകരുത്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്ന, ഒരു വീട്ടുടമസ്ഥൻ വിശ്വസ്തനല്ലെങ്കിലോ ഒരിക്കലും അവനെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയില്ല. വിശ്വസ്തനാണെങ്കിലോ അവനെ എല്ലാം ഉത്തരവാദിത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കും. അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദയയും വിശ്വസ്തതയുള്ളവരെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അത് വിട്ടുപോകരുത് എന്ന് പറയുമ്പോൾ അവയെ നിന്റെ കഴുത്തിൽ
കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. രണ്ട് കാര്യമാണ്. ഇതെല്ലാവരും കാണണം, നീ ദയയും വിശ്വസ്തയും ഉള്ളവനാണെന്ന്. അത് മറ്റുള്ളവർ കാണേണ്ടതിന് നിന്റെ കഴുത്തിൽ കെട്ടണം. കാരണം നിന്നെ കാണുമ്പോൾ നീ വിശ്വസ്തയും ദയയുള്ളവനാണെന്ന് അറിയാൻ കഴിയും. രണ്ടാമത് പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ അത് പലകയിൽ എഴുതിയിരിക്കണം. പഴയ നിയമത്തിൽ കൽപ്പലകകളിലാ കൽപ്പന കൊടുത്തതെങ്കിൽ പുതിയ നിയമത്തിൽ മാംസഫലകങ്ങളിലാ കൽപ്പന. അത് മഷി കൊണ്ടല്ല, ആത്മാവിലാണ് ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ അകത്തു വസിക്കുന്നു എന്ന സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഓർക്കണം, മകനെ, അപ്പന്റെ പ്രബോധനം കൈക്കൊള്ളുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. ഉപേക്ഷിക്കാതിരുന്നാലോ ദൈവം നമ്മെ അന്ത്യത്തോളം കാക്കും, അന്ത്യത്തോളം നമ്മളെ പരിപാലിക്കും. നമുക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. നമ്മൾ അവൻ്റെ തേജസ്സിൻ്റെ മേൽ തേജസ്സിനെ പ്രാപിക്കാനും കൃപയുടെ മേൽ കൃപയെ അനുഭവിക്കാനും കർത്താവ് ഇടയാക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ജീവിതത്തിൽ ആഴത്തിലേക്ക് വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാൻ, ആത്മസ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നിറയുവാൻ കർത്താവ് ഇന്ന് ഇപ്പോൾ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.